ഈ വർഷത്തെ ഏറ്റവും വലിയ ആദ്യത്തെ തിയേറ്റർ സക്സസ് എമ്പുരാനാണ്. മാമച്ചൻ എന്നാ പറഞ്ഞു വരുന്നേ? ഒന്നുമില്ലെന്നേ. പക്ഷേ അതിന്റെ തുടർത്ത് വന്നത് ഏറ്റവും കൂടുതൽ വിവാദം, വിമർശനം, സെൻസറിങ്, അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കോലാഹലം ദേശീയ തലത്തിലുണ്ടായിരുന്ന സിനിമയാണ്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. വ്യക്തിപരമായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതിന് പകരം അതിന്റെ ഒരു സമ്മർദ്ദങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും പെട്ടുപോയ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. എന്താണ് പേഴ്സണലി എമ്പുരാന്റെ ഒരു ഇത്രയും വലിയ തിയേറ്റർ ആക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ തന്നെ ഇത്രയും വലിയ പ്രതിഷേധം ഒരു സൈഡിൽ നിന്ന്? പട്ടിക്കഴിവരുടെ മോനെ, ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ആ സിനിമ ചെയ്തത് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ആ സിനിമയിൽ നിന്നും ഞാൻ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും ഉദ്ദേശിച്ചിട്ടുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും അതിന് ഞാൻ കണ്ടിട്ടില്ലാത്ത അർത്ഥങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. പക്ഷെ ദാറ്റ്സ് ഓൾ റൈറ്റ്. കാരണം നമ്മളൊരു സിനിമ ചെയ്ത് കഴിഞ്ഞ് ആ സിനിമ തിയേറ്ററിൽ റിലീസായി കഴിഞ്ഞാൽ പ്രേക്ഷകൻ ആ സിനിമ കണ്ടിട്ട് എന്ത് തോന്നുന്നോ അതാണ് ആ സിനിമ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ സത്യത്തിൽ ആ സിനിമയിൽ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മനസ്സിലാക്കി കളഞ്ഞല്ല. വൺസ് യു മേക്ക് എ ഫിലിം ആൻഡ് യു റിലീസ് ഇറ്റ്, അത് പ്രേക്ഷകൻ എന്ത് തോന്നുന്നു അതാണ് ആ സിനിമ. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ സന്തോഷം. ഞാൻ ഉദ്ദേശിച്ചത് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ആസ് എ ഫിലിം മേക്കർ എന്റെ ഫെയിലിയർ ആണ്, എന്റെ തോൽവിയാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പക്ഷെ ഇപ്പോ ഇറ്റ്സ് ഡൺ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ ഇറങ്ങി, പീപ്പിൾ ലുക്ക്ഡ് അറ്റ് ഇറ്റ് ഇൻ ഡിഫറെന്റ് വേസ് ആൻഡ് അതെല്ലാം എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. ഞാൻ സിനിമ ചെയ്യുന്നത് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഒരു സിനിമയും എൻ്റെ കരിയറിൽ ഇതുവരെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അജണ്ടയോട് കൂടിയോ ഞാനൊരു സിനിമ ചെയ്തിട്ടില്ല. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസായതിനു ശേഷം ഇവിടെ സൃഷ്ടിക്കപ്പെട്ട നെറേറ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കുരുതി എന്ന് പറഞ്ഞ സിനിമ റിലീസായപ്പോൾ സംഭവിച്ചത്. അപ്പൊ എനിക്ക് രണ്ടും സിനിമകൾ തന്നെയാണ്. ഒരു തിരക്കഥ ഞാൻ വായിക്കുന്നു, എനിക്ക് ആ തിരക്കഥ ഇഷ്ടപ്പെടുന്നു, ഈ തിരക്കഥ സിനിമയെ കാണണമെന്ന് ആഗ്രഹം, ആ സിനിമ ഉണ്ടാകുന്നു. All that I want is for people to get entertained. സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സിനിമ ചെയ്തു, ആ സിനിമയ്ക്ക് വേണ്ടി എന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. ഈ സിനിമ നാളെ റിലീസായി കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഈ സിനിമയായിട്ട് എനിക്ക് ബന്ധമില്ല. ഐ വാക്ക് അവേ ഫ്രം ഇറ്റ്. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. സിനിമ എടുക്കാൻ പോകുന്നു, സംവിധാനം ചെയ്യാൻ പോകുന്നു, ഇപ്പൊ എന്തായി? എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു.